നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ തൃശൂർ സെന്ററിന്റെ 15ാം വാർഷികം ഫെബ്രുവരി 8-ന് ആഘോഷിക്കും. അയ്യന്തോൾ കളക്ട്രേറ്റിന് സമീപമുള്ള കോസ്റ്റ്ഫോർഡ് ഹാളിൽ രാവിലെ 9:30-ന് നടക്കുന്ന സമ്മേളനത്തിൽ പുനർജനി സേവനം നേടുന്നവരുടെയും ആൽഫ തൃശൂർ സെന്ററിന് നിരന്തരമായി സാമ്പത്തിക പിന്തുണ നൽകുന്നവരുടെയും സംഗമവും ഉണ്ടായിരിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് വാർഷികത്തിന്റെ ഉദ്ഘാടനവും ജോസ് ആലൂക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോസ് ആലൂക്ക പുനർജനി ECA സംഗമത്തിന്റെ ഉദ്ഘാടനവും നിർവഹിക്കുമെന്ന് ഭാരവാഹികളായ പ്രസിഡന്റ് ജോസഫ് പുന്നമൂട്ടിൽ, സെക്രട്ടറി CK സജീവൻ, ട്രഷറർ ഡോക്ടർ TK ആന്റണി, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ തോമസ് തോലത്ത് എന്നിവർ അറിയിച്ചു. ആൽഫ ചാലക്കുടി സെന്ററിലെ പാലിയേറ്റീവ് ഫിസിയോതെറാപ്പി വിഭാഗത്തിൽ സേവനത്തിൽ എത്തുന്നവർ ചേർന്ന് ഫിസിയോതെറാപ്പിസ്റ്റ് സുപ്രിയയ്ക്ക് യാത്രയയപ്പ് നൽകി. ഫിസിയോതെറാപ്പി സേവനം ലഭിച്ചവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചത് വൈകാരിക അനുഭവമായി. 3 വർഷത്തിലേറെയായി ചാലക്കുടി സെന്ററിൽ സേവനമനുഷ്ഠിക്കുന്ന സുപ്രിയ മറുപടി പ്രസംഗം നടത്തി. അംഗങ്ങൾ അവരുടെ ഉപഹാരം സുപ്രിയയ്ക്ക് സമ്മാനിച്ചു. സെക്രട്ടറി ഉഷാദേവി, ട്രഷറർ ലീല പൗലോസ്, വൈസ് പ്രസിഡന്റുമാരായ റോസി ലാസർ, AL കൊച്ചപ്പൻ, തോമസ് കണിച്ചായി തുടങ്ങിയവരും സ്റ്റാഫും പങ്കെടുത്തു. ഇതോടൊപ്പം പുതിയ ഫിസിയോതെറാപ്പിസ്റ്റായി നിയമിതയായ ഷാലു എലിസബത്ത് അലക്സാണ്ടറിന് സ്വീകരണവും നൽകി. എടമുട്ടം ആൽഫ ഹോസ്പിസിലെ ആശിഷ് കെയർ ഹോം അംഗങ്ങൾ, പാലിയേറ്റീവ് ഫിസിയോതെറാപ്പി, മെഡിക്കൽ IP, ഡയാലിസിസ് വിഭാഗത്തിലെ അംഗങ്ങൾക്കും സ്റ്റാഫിനും കയ്പമംഗലം സ്വദേശി കോഴിശ്ശേരി സുശീലിന്റെ കുടുംബം ഇന്ന് ഉച്ചഭക്ഷണം നൽകി. സുശീലൻ ആൽഫ ഡയാലിസിസ് സെന്ററിന്റെ പരിചരണത്തിലിരുന്ന ആളാണ്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചു. ജയ് ഹിന്ദ്.